Hello, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, miss. നമുക്ക് വാഹിദ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ ഇന്ന് എന്റെ ടോപ്പിക് എടുക്കണേ, അതായത് നമ്മുടെ എന്താ പറയുക ഹെൽത്ത് സിസ്റ്റം, ആ ഒരു ചാപ്റ്ററാണ് എടുക്കുന്നത്. വാഹിദ മിസ്സിന്റെ അവരാണ്, പക്ഷെ വാഹിദ മിസ്സിൽ ഒന്നും എത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാനല്ല എടുക്കുന്നത്. എന്റെ PDF എന്ന് എടുക്കണേ എല്ലാവരും. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ അല്ലേ? ടീച്ചർ കേരളത്തിൽ വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ടീച്ചറിന് നിന്ന് ടീച്ചറിന്റെ മകൾക്ക് വയ്യാത്ത കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. ക്ലാസ്സിലേക്ക് അപ്പൊ നമുക്ക് നമ്മുടെ ആ ടോപ്പിക് തീർക്കാം. ഏത് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. PDF എടുക്കാം. ഞാൻ ഇതിന്റെ ഒപ്പം ഒരു PDF കൂടി ഇട്ടിട്ടുണ്ട്. അതായത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ആ PDF കൂടി എടുക്കാൻ ഓർത്തിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് എടുത്തു വെച്ചേക്കേ. ചാപ്റ്റർ 12 ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് കയ്യിലുള്ളവര് എടുത്തു വെക്കുക. ഈ PDF കൂടെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഓക്കെ, നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ പഴയ PDF തന്നെയാണ്. നമുക്ക് കുറച്ച് ഭാഗം കൂടി എടുത്ത് തീർക്കാനൊക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങനെ വായിച്ചു നോക്കിയായിരുന്നോ ഹെൽത്ത് കെയർ സിസ്റ്റം? പറഞ്ഞോളൂ, എങ്ങനെയുണ്ട്? വായിച്ചു നോക്കിയിട്ട് മനസ്സിലായിരുന്നോ? ക്ലാസ് എങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്തോ? ഓക്കെ ആണോ? ആരൊന്നും പറയണില്ലല്ലോ. എന്തോ പറഞ്ഞു വരുന്നുണ്ട്. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? മാം പറഞ്ഞോട്ടെ? ആ ഫേസസില് മൂന്നാമത്തേതിൽ തേർഡ് ഫേസസ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം മാം. അത് വായിച്ചിട്ട് തിരിഞ്ഞില്ല. ഓക്കെ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ ഫേസിലാണ് നമ്മള് ഫസ്റ്റ് രണ്ട് ഫേസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഫേസ്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മള് ഹെൽത്ത് കെയർ പോസ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്റ്റെപ്പ് ആകും. അപ്പൊ അതില് തേർഡ് ഫേസ് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ഫേസില് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് എന്താ നമ്മളിത് ഇങ്ങനെ ഡിസ്റ്റിങ്ക്ട് ഫേസ്, ആ മൂന്ന് തലങ്ങളിലേക്കായിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കൈകാര്യം ചെയ്തത്. അതിൽ ഫസ്റ്റ് തലം എന്ന് പറയുന്നത് 1947 to 1983, സെക്കൻഡ് എന്ന് പറയുന്നത് 1983 to 2000. ഇപ്പൊ നൗ നമ്മുടെ ഇപ്പോഴത്തെ ഈ തേർഡ് ഫേസിൽ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് റൂറൽ ഏരിയയിലേക്ക്, അതായത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കും കൂടി വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ പുതിയ കാര്യങ്ങളാണ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് വിറ്റ്നസ് പാർട്ണർഷിപ്പ് ആൻഡ് വൈൻഡിങ് ഓഫ് പ്രോഗ്രസ്, the current phase address the main issues such as public private partnership. അതായത് അതിലേക്ക് പബ്ലിക് മാത്രമല്ല പ്രൈവറ്റിനെയും കൂടി പങ്കാളിത്തത്തിലൂടെ തന്നെ എന്താ പറയട്ടെ നമ്മുടെ ആതുര ശുശ്രൂഷകളെല്ലാം അത് അവരെയും കൂടിയും പങ്കാളികളാക്കിയിട്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനാക്കി മാറ്റി. ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഇപ്പോ മിക്കവാറും എല്ലാ വ്യക്തികൾക്കും ഇന്ത്യയിലും പലതരത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബേർഡൻ ആവരുത് ആർക്കും. എന്താ പറയുക, ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒറ്റയടിക്ക് ഈ ഫിനാൻഷ്യൽ അത്രയും എക്സ്പെൻസ് അല്ലെ നമ്മുടെ ക്യാഷ് മുടക്കാനായിട്ട് സാധിക്കില്ല.
അങ്ങനെ വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ പകുതി ഇത് സഫർ ചെയ്യും. അതിൽ സഫർ ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ചില പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ അല്ലെ? സാധാരണ ചിലപ്പോൾ ശമ്പളത്തിൽ നിന്നൊക്കെ അവര് കട്ട് ചെയ്ത് പിടിക്കും. ഗവൺമെന്റ് എംപ്ലോയി ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അതൊക്കെ കട്ട് ചെയ്ത് തന്നെ പിടിക്കുന്നത്. ഗവൺമെന്റ് സെക്ടറിലൊക്കെ ആണെങ്കിലും അവര് അത്രയും എമൗണ്ട് ഒക്കെ അവര് കട്ട് ചെയ്ത് പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരെ എല്ലാം പങ്കാളികളാക്കിയിട്ടാണ് ഈ 3 ഫേസില് നമ്മുടെ ഹോസ്പിറ്റലിൽ വിപുലീകരിച്ചിരിക്കുന്നത്. പിന്നെയാണ് താഴേക്ക് നമ്മൾ 3 ടയർ സിസ്റ്റം കൊണ്ടുവന്നേക്കുന്നത്. അതായത് റൂറൽ ഏരിയകളിലെ കുറെ സിസ്റ്റത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഇത് എന്തായാലും പഠിച്ചു പോകേണ്ട ഒരു മേഖലയാണോ? ഈ ഒരു ഭാഗം മാത്രമാണോ, അല്ലെങ്കിൽ താഴേക്ക് ഈ സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി സെന്റർ ആ ഒരു ഭാഗം കൂടിയാണോ മനസ്സിലാവാഞ്ഞത്? വീക്ഷയ്ക്ക് എന്ന് പറയാമോ? ഈ തേർഡ് ഫേസ് മാത്രമാണോ? തേർഡ് ഫേസിൽ ഇത്രേ പറയുന്നുള്ളൂ. അതായത് പബ്ലിക്കിനും പ്രൈവറ്റിനും ഇൻഷുറൻസുകാർക്കും എല്ലാവർക്കും കൂടി ഈ ഹെൽത്ത് പാക്കേജിലേക്ക് പങ്കാളികളാകാനായിട്ടുള്ള അവസരങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഈ താഴേക്ക് ഈ 3 ടയർ സിസ്റ്റം കൂടിയാണോ മനസ്സിലാവാത്ത ഭാഗം എന്ന് പറയുന്നത്? താഴേക്ക് മനസ്സിലായല്ലോ. ഈ സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒക്കെ വിവരിക്കേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. പറയണമെന്ന് അറിയുന്നുണ്ട്. അതായത് ഹെൽത്ത് ഇത് എന്തായാലും ഇത്തിരി കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. കാരണം ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ചോദിച്ചു വരുന്നത് കാണുന്നത്. അപ്പൊ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൂറൽ ഏരിയയില് നമ്മുടെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗ്രാമപ്രദേശങ്ങളിലെല്ലാം എന്തെങ്കിലും പ്രൈമറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇതില് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതില് പ്രധാനമായിട്ട് പറയാം, സബ് സെന്ററിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സബ് സെന്റർ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ റൂറൽ ഏരിയാസ് ഹെൽത്ത് സബ് സെന്റർ മേക്ക് അപ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിസ്. In rural areas, health sub-centers make up the institutional base of a primary care. It typically performs a basic medical service. അവരെ പൊതുവെ മെഡിക്കൽ സർവീസ് ആണ് കൊടുക്കുന്നത്. അതായത് ആദ്യം തന്നെ സബ് സെന്റർ, അതിന് മുകളിലായിട്ട് പ്രൈമറി ഹെൽത്ത് സെന്റർ, പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അതായത് ഓരോന്നിന്റെ കീഴിലേക്ക് അങ്ങനെ കൊണ്ടുവരികയാണ്. സബ് സെന്ററുകൾ എന്ന് പറയുന്നത് എന്താ പറയുക, താഴേക്ക് പറയുന്നുണ്ട്. അവിടെ പൊതുവായിട്ട് നടക്കുന്നത് ഇമ്മ്യൂണൈസേഷൻ, എന്തെങ്കിലും നമുക്ക് ഇമ്മ്യൂണൈസേഷന്റെ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോഴത്തേക്ക് ഇതിലൊക്കെ 6 month കൂടുമ്പോ കൊച്ചുകുട്ടികൾക്കൊക്കെ മെഡിസിൻ കൊടുക്കും അല്ലെ, വൈറ്റമിൻ എ എന്നുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കും. അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ സബ് സെന്റർ വഴി നടപ്പാക്കുന്നത്. അവിടെ എത്രത്തോളം എംപ്ലോയീസ് ഉണ്ടാവും എന്ന് പറയുന്നത് 1 or 2 കെയർ വർക്കേഴ്സ് ഒക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടാവുന്നത്. Each sub-center is supposed to provide indispensable for up to 5,000 individuals. അതായത് 5,000-ഓളം ഇൻഡിവിജ്വൽസിനെ ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ഗസോട് കൂടി, ആ ഒരു എയിമോട് കൂടിയിട്ടാണ് ഈ സബ് സെന്ററുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. The sub-centers are complemented by community health workers under supervision of the sub-center. മെയിൻ ആയിട്ട് അതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളില് താഴെ വരെ ഞാൻ വിവരിച്ചിട്ടാണ് ഇത് തുടങ്ങാറ്. കാരണം ഇതിന്റെ ഏറ്റവും ടോപ്പില് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ട്, അതിനുശേഷം പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്, അതിനുശേഷമാണ് സബ് സെന്റർ വരുന്നത്. അപ്പൊ സബ് സെന്ററിൽ നടക്കുന്നത് 5,000-ഓളം ഇൻഡിവിജ്വൽസിനെ വെച്ചിട്ടാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ അതിന്റെ ആ വ്യക്തികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് 30,000 ആണ്. വീണ്ടും അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാവുമ്പോൾ 1,20,000 പീപ്പിളിനെയാണ് കെയർ ചെയ്യണം എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 1-2 എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ ആവുമ്പോഴോ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. അതായത് കുറച്ചും കൂടി വിപുലീകരിക്കണം. 2 qualified പീപ്പിൾസ് ഒക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. then 14 പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെ, അങ്ങനെ അത്തരത്തിലുള്ള വ്യക്തികളും എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോ അത്തരം വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സൗകര്യം കൊണ്ടുപോകുന്നത്. വീണ്ടും പറയുന്നുണ്ട് എന്താണ് PHCയിൽ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ചികിത്സിക്കാനായിട്ട് എത്രത്തോളം ബെഡുകൾ ഉണ്ടാവുമെന്ന പറയുന്നത് വീണ്ടും നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ആൻഡ് 14 പാരാമെഡിക്കൽ ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ് 5 ചിലർക്ക് ഡിസ്റ്റർബ് ആവും.
ഓക്കെ. ഞാനതെ ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്യാതെയാണ് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ചിലർക്ക് ഡിസ്റ്റർബൻസ്. ശരിക്കും ക്ലാസ് എടുക്കുമ്പോ എപ്പോഴും മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശം. ഞാനത് ചോദിച്ച വഴിയെ തന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെ, അത്രയും വ്യക്തികളുണ്ട്, സ്റ്റാഫുകളും ഉണ്ട്. അതിൽ പറയുന്നത് 6 സബ്സെന്റേഴ്സ് ഈച്ച്, അതായത് ഇതിന്റെ കീഴിലായിരിക്കും ഇത്തരത്തിലുള്ള സബ്സെന്റേഴ്സ് 6 സബ്സെന്റേഴ്സ് കൂടിയിട്ടാണ് എന്താ പറയണ ഈ ഇതിന്റെ അണ്ടറിൽ വരും. PHCയുടെ അതായത് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കീഴിൽ വരും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 5000 ഇൻഡിവിജ്വൽസ് എത്രത്തോളം പേരെ കൺസിഡർ ചെയ്യും, ഇവിടെ എത്രത്തോളം കൺസിഡർ ചെയ്യും, എത്ര വർക്കേഴ്സ് അവിടെ ഉണ്ടാവും, ഇവിടെ വർക്കേഴ്സ്. ആക്ച്വലി ഇവരുടെ എല്ലാവരും പ്രവർത്തനം എന്താണ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നൽകുക, എല്ലാവർക്കും ഹെൽത്തുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഓരോ സെന്ററുകളിലും എത്തരത്തിലുള്ള വർക്കുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്, എത്രത്തോളം സൗകര്യങ്ങളാണ് ഓരോന്നിന്റെ കീഴിലുള്ളത് എന്നതൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. എത്രത്തോളം വർക്കേഴ്സ് അവിടെ ഉണ്ടാവും, എത്രത്തോളം ഇൻഡിവിജ്വൽസിനെയാണ് അവർ കെയർ ചെയ്യുന്നത്, പിന്നെ എന്താണ് പ്രധാനമായിട്ടും ഏതിന്റെ കീഴിലാണ് ഇത് വരുന്നത്, പിന്നെ എന്താണ് വീണ്ടും അവിടെ എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സ്, അതായത് ഇവിടെ നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലബോറട്ടറിയും എക്സ്റേ ഫെസിലിറ്റീസും ഓപ്പറേഷൻ തിയേറ്ററൊക്കെ എവിടെയുണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലുണ്ട്. പക്ഷെ സബ് സെന്ററിലുണ്ടോ? ഇല്ല. അവിടെ ചെറുതായിട്ടുള്ള രീതിയിൽ, അതായത് ചെറിയ പ്രൈമറി ആയിട്ടുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും TT എന്തെങ്കിലും ഇപ്പൊ പ്രഗ്നൻസി ടൈം ഒക്കെ ആണെങ്കിലും കൃത്യമായിട്ട് വല്ല ടൈമിൽ അല്ലെ മന്ത്ലി വീക്ക് 1 വീക്കില് ചില കൃത്യമായ ഡേയ്സിലൊക്കെയാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത് ഡോക്ടേഴ്സ്. ആ ടൈമിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇമ്മ്യൂണൈസേഷൻ ഒക്കെ ആയിട്ടുള്ള ഇഞ്ചക്ഷൻസും മെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ ഡോക്ടറെ കാണാനുള്ള സൗകര്യമൊക്കെ കിട്ടുന്നത്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സബ് സെന്റർ എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കീഴിലാണ്. 6 സബ് സെന്ററുകൾ ആണ് പ്രൈമറി, ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കീഴിൽ വരുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്താണ്, അതാണ് ഇതിന്റെ ഈ ഘട്ടത്തിലെ 3, അതായത് ഈ 3 ടയർ സിസ്റ്റത്തിലെ ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതേസമയം ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നാഷണൽ ലെവലാണ്, അതായത് സെൻട്രൽ ലെവലാണ് ഏറ്റവും ടോപ്പ്. അതിനുശേഷം സ്റ്റേറ്റ് ലെവൽ വരും, അതിനുശേഷം ഡിസ്ട്രിക്ട് ലെവൽ വരും, ദെൻ റൂറൽ ഏരിയ, അതിൽ CHC, PHC, സബ് സെന്റർ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇൻ കേസ് 3 ടയർ സിസ്റ്റം എന്നുള്ള മീനിങ്ങിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഏതാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഇങ്ങനെ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. എല്ലാത്തിന്റെയും മെയിൻ ഉദ്ദേശം ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ, എന്തെങ്കിലും മെഡിസിൻസും ഇമ്മ്യൂണൈസേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടെയൊക്കെ ആവുമ്പോൾ കിടത്തി ചികിത്സിക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതൊക്കെയാണ്. 30 ബെഡ്സ് ഒക്കെ ഉണ്ട് അവിടെ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആയോ? വിനീഷയ്ക്ക് കിട്ടിയെന്ന് തന്നെ പറയുന്നത്. അപ്പോ ചെറുതായിട്ട് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് തോന്നണല്ലേ, ഇവിടെ കറണ്ടിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് നെറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ അത്രത്തോളം മനസ്സിലാക്കി പോവുക. പിന്നെ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ്, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഭാഗം? നമ്മൾ എടുത്തോളത്തോളം ഭാഗം വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ചോദിച്ചോളൂ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഭാഗം തന്നെയാണ്. കാരണം ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാനിപ്പോ ക്വസ്റ്റ്യൻസ് ഇട്ടേലും ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഇത്, കാരണം എക്സാമിനാണെങ്കിലും നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും നോട്ട് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്, സബ് സെന്റർ ഒക്കെയാണ്. അപ്പോ എനിവേ ഞാനൊന്ന് ഇവിടുത്തെ കറണ്ടിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, ഒരു മിനിറ്റ്. അതെ, ഹലോ.
ഹലോ, നെറ്റ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. കട്ടായി പോവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കറണ്ടിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം കാലത്തേ മുതൽ പോയേക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്നതനുസരിച്ച് കൈകാര്യം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇത് ക്ലോസ് ചെയ്യാട്ടോ, കാരണം ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പ്രോബ്ലം ഉണ്ട്, കാരണം രാവിലെ മുതൽ കറണ്ട് ഇല്ല. പ്രോബ്ലം ആണ്. ആക്ച്വലി ഇച്ചിരി ടൈം കൂടി ഞങ്ങൾ നോക്കുന്നുണ്ട്, ടെക്നിക്കലി അത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന്. മുതലെങ്കിലും ഓൾറെഡി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു രാവിലെ മുതല്. അപ്പോ ഇൻ കേസ് ടെക്നിക്കലി എന്തെങ്കിലും നോക്കട്ടെ, ടെക്നിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ്. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന്റെയും കൂടി PDF എടുക്കണം. ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻസും കൂടിയും ഈ ലാസ്റ്റ് ടോപ്പിക് കൂടിയും എടുത്ത് അവസാനിപ്പിക്കാന്നാ വിചാരിച്ചത്. ടെക്നിക്കൽ ഇത് സംഭവിക്കുന്നു. നമ്മുടെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, അതായത് ഹോസ്പിറ്റൽ ഫങ്ഷൻസ് ആണ്. അതില് ഒരു ചെറിയ കാര്യം ഉള്ളൂ, നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കിയത് സാധാരണ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോ ടെക്നിക്കൽ പറയുന്നു, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ പറയാതെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.